വിവാഹം നടക്കുമ്പോൾ ആരും ചരമഗീതം പാടാറില്ല. മൃതദേഹം സംസ്കരിക്കുന്ന സമയത്ത് ആരും DJ പാർട്ടി സംഘടിപ്പിക്കാറില്ല. കുർബാന നടക്കുമ്പോൾ ആരും ഗണഗീതം പാടാറില്ല. നിരീശ്വരവാദികളുടെ സംസ്ഥാന സമ്മേളനത്തിൽ ആരും ദൈവത്തെ വാഴ്ത്താൻ മെനക്കെടാറുമില്ല. പറഞ്ഞു വരുന്നത്, പറയാൻ പോകുന്നത് മുഖ്യമന്ത്രിയെക്കുറിച്ചാണ്. പിണറായി വിജയൻ്റെ കോന്നി പരാമർശത്തെക്കുറിച്ചാണ്. ന്യൂസ് ലാബിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്തനംതിട്ട ജില്ലയിലെ 4 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ പങ്കെടുത്തത്. തിരുവല്ലയിൽ തുടങ്ങി ആറന്മുള, അടുത്തതായി കോന്നി, റാന്നിയിൽ സമാപനം. കോന്നിയിൽ മത്സരിക്കുന്ന KU ജനീഷ് കുമാറിന് വോട്ട് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്ന സമയത്ത് സദസ്സിൽ നിന്ന് ഒരാൾ ഒരു ചോദ്യം ഉന്നയിക്കുന്നു. വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന മറുപടിയോടെ മുഖ്യമന്ത്രി പ്രസംഗം തുടരുന്നു. ഈ സമയം കൈരളി ചാനൽ ഒഴികെ മറ്റൊരു ചാനലും അവിടെ ഉണ്ടായിരുന്നില്ല. വൈകിയാണെങ്കിലും വിവരമറിഞ്ഞ മാധ്യമപ്രവർത്തകർക്ക് ആകെ നിരാശ. ആ നിരാശ തീർക്കാൻ ആകെ ഒരു പോംവഴി ചോദ്യകർത്താവിനെ കണ്ടെത്തുക എന്നത് മാത്രമായിരുന്നു. മുഖ്യമന്ത്രിയോട് ധീരമായി ചോദ്യം ഉന്നയിച്ച ആളെ തേടി വൈകിയാണെങ്കിലും മാധ്യമങ്ങൾ ഇരപിടിയന്മാരെ പോലെ അന്വേഷിച്ചിറങ്ങി. വെറും അന്വേഷണമല്ല, അത്യാവേശത്തോടെയുള്ള അന്വേഷണം. ഒടുക്കം ചോദ്യകർത്താവിനെ ചാനലുകൾ കണ്ടെത്തി. പക്ഷേ ദാസ് പി ജോർജ് എന്ന ആ ചോദ്യകർത്താവിൻ്റെ ഉത്തരം കേട്ട് മാധ്യമങ്ങൾ തകർന്ന് തരിപ്പണമായി. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വികസന കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് അന്തരം തോന്നി, കാരണം ഭരണം കിട്ടും ഉറപ്പാണ്. ഭരണം കിട്ടിക്കഴിഞ്ഞാൽ കിഫ്ബിയുടെ ഫണ്ട് കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. 20,000 കോടിയുടെ വികസനം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മുന്നോട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഫണ്ട് എവിടുന്ന് കണ്ടെത്തും? ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ചോദ്യം. എന്തായിരുന്നു? സജീവ CPM പ്രവർത്തകനാണോ? അതെ അതെ. മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി കേട്ടായിരുന്നു അതിന്റെ? അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ അങ്ങനെ ഒരു തോന്നലുണ്ടായി കാണാം. അതായിരിക്കും അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചേ. അതേപോലെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്നാ പറഞ്ഞു. അത് കേട്ടപ്പോൾ വിഷമം തോന്നിയോ? ഇല്ല, കാരണം ഞാനൊരു അടികുറച്ച കമ്മ്യൂണിസ്റ്റുകാരനാണ്. കാരണം ഞാൻ ചോദിച്ചത് തെറ്റാണ്. ആ വേദി ചോദിക്കാൻ പാടില്ലാത്തതാണ് ഞാൻ ചോദിച്ചത്. കാരണം പുള്ളിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ആ ചോദ്യം ഉണ്ടായത്. എനിക്കതിന് ബോധ്യമുണ്ട്. നമുക്ക് തോന്നുന്നു, അതായത് ഇങ്ങനെ ചോദ്യം ചോദിച്ചാലേ അദ്ദേഹം ഇതിനൊരു മറുപടി പറയുമെന്ന് നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അല്ല, ഞാൻ ചോദിച്ചത് തന്നെ തെറ്റല്ലേ? നമ്മൾ ചോദിച്ചപ്പോ അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അദ്ദേഹം മറുപടി പറയുമെന്ന്. അല്ല, ഞാൻ ചോദിച്ചത് തന്നെ തെറ്റാണ്. അതിക്കുള്ള എന്താ ഞാൻ പറയുന്നത്? ദാസ് പി ജോർജിൽ നിന്ന് ഒന്നും കിട്ടിയില്ലെങ്കിലും പ്രതിപക്ഷം വിഷയം സജീവമായി ഉയർത്തിക്കാട്ടാൻ തന്നെ തീരുമാനിച്ചു. മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയത് വിചിത്രവും അതേസമയം അനൗചിത്വം തുളുമ്പുന്നതുമായ വാക്കുകളാണ് കോൺഗ്രസിന്റെ വലിയ നേതാവ് KC വേണുഗോപാലിന്റെ വായിൽ നിന്ന് തെറിച്ചു വീണത്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരു കാലത്തും ഉണ്ടാകാത്ത വണ്ണമുള്ള തുറന്നു പറച്ചിലുകളുടെ കാലമാണ്. ആ പാർട്ടിയിൽ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം വളരെ കുറവാണ്. അഭിപ്രായം പറയുന്നവൻ്റെ കാര്യം പോക്കാണ്. നമ്മൾ കണ്ടതാണ് പല ആളുകൾ. പക്ഷേ ഇപ്പോൾ ഈ പാർട്ടിയെ രക്ഷപ്പെടുത്താൻ പറഞ്ഞേ പറ്റൂ എന്ന് മനസ്സിലാക്കിയിട്ട് അഭിപ്രായം പറയാൻ ആളുകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ കൺവെൻഷനിൽ സ്വാഭാവികമായിട്ടൊരു പാർട്ടി പ്രവർത്തകന്റെ ചോദ്യമാണ് ഒരു ചോദ്യം ചോദിക്കാൻ. ഇപ്പം ഞങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോൾ ഇഷ്ടംപോലെ ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ വീട്ടിൽ പോയി ചോദിക്കാനാണ് പറയുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാജയം ശരിയായിട്ടും മനസ്സിലായ മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയിരിക്കുകയാണ്. ഇതിനപ്പുറം വലിയ തെളിവ് വേണോ? ഇത് സമനില തെറ്റിയ പരാമർശമാണ്. സാധാരണഗതിയിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും മുഖ്യമന്ത്രിയെ മോശമായിട്ട് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി പറയാറുണ്ട് അയാളുടെ മനോനില പരിശോധിക്കണം. ഇത് മുഖ്യമന്ത്രിയുടെ തന്നെ വാക്കുകളാണ്. പാർട്ടി സഖാക്കൾ ആർക്കെങ്കിലും പാർട്ടിയോട് താല്പര്യമുണ്ടെങ്കിൽ അവർ ചോദിക്കണം മുഖ്യമന്ത്രിയോട്, അങ്ങയുടെ മനോനില ഒന്ന് പരിശോധിക്കണം. ആ രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. പത്തനംതിട്ട വിട്ട് മുഖ്യമന്ത്രി അടുത്ത ജില്ലയിലേക്ക് കടക്കുമ്പോൾ തലേന്നത്തെ പ്രതികരണത്തിന് കൃത്യമായ മറുപടിയും നൽകി. സാധാരണ നമ്മൾ ഓരോ കാര്യത്തിലും പാലിക്കുന്ന മര്യാദകളുണ്ട്. ആ മര്യാദകൾ പാലിക്കാതിരുന്നാൽ പ്രതികരണം സ്വാഭാവികമായിട്ട് അതിനനുസരിച്ച് വരും, അത്രയുള്ളൂ. ക്രിസ്റ്റൽ ക്ലിയറായ മറുപടിയോടെ മുഖ്യമന്ത്രി ചോദ്യോത്തര പങ്ക്തിക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. സമനില തെറ്റുന്ന ആർക്കാണെന്ന് നല്ലോണം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ആളുകൾ. എനിക്ക് സമനില തെറ്റേണ്ട കാര്യമൊന്നുമില്ല. സാധാരണ നമ്മൾ ഓരോ കാര്യത്തിലും പാലിക്കുന്ന മര്യാദകളുണ്ട്. ആ മര്യാദകൾ പാലിക്കാതിരുന്നാൽ
പ്രതികരണം സ്വാഭാവികമായിട്ട് അതിനനുസരിച്ച് വരും. അത്രയേ ഉള്ളൂ. അല്ല, അത് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പോയല്ലോ, നിരാശരായല്ലോ. അതല്ല, എനക്കറിയാതൊക്കെ അത് അവിടെ ആരെങ്കിലും പിന്നെ എന്നെ എതിർക്കാൻ വേണ്ടിയോ LDFനെ എതിർക്കാൻ വേണ്ടിയോ വന്നതല്ല. പിന്നെ ചില ഘട്ടത്തിൽ ചില പ്രത്യേക ആവേശക്കാരുണ്ടാവുമല്ലോ, പലതരത്തിലാണല്ലോ ആവേശം വരിക. ആ ആവേശത്തിൻ്റെ ഭാഗമായി ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷേ അല്ല, നിങ്ങൾ ഞാനൊക്കെ അറിയാതെന്ന് നിങ്ങൾ അങ്ങനെ ചോദ്യം ചോദിക്കാനല്ലോ പത്രസമ്മേളനമല്ലോ പൊതുയോഗം എന്ന് പറഞ്ഞാൽ. ഈ പത്രസമ്മേളനത്തിൽ നിങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പത്രസമ്മേളനം ആയതുകൊണ്ടല്ലേ. നിങ്ങളെല്ലാവരും വന്ന് എൻ്റെ പൊതുയോഗത്തിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ആളും ചോദ്യം ചോദിക്കൂ. അങ്ങനെ ചോദിച്ചാൽ കിട്ടുന്ന മറുപടി അത് തന്നെയായിരിക്കും. അത് സ്വാഭാവികമല്ലേ. പൊതുയോഗത്തിൻ്റെതായ മര്യാദയുണ്ട്. പൊതുയോഗത്തിൽ നമ്മളൊരാൾ സംസാരിക്കാൻ ചെല്ലുന്നു, ഒരു രാഷ്ട്രീയ പാർട്ടിയോ മുന്നണിയോ ആരോ ആവട്ടെ സംസാരിക്കുന്നു. ഇഷ്ടമില്ലാത്തവർ കേൾക്കണ്ട, പോകണം. ഇഷ്ടമുള്ളവർ കേട്ടാൽ മതിയല്ലോ. അതല്ലേ അതിൻ്റെ രീതി. അത് കലക്കുന്നതിനോ ബഹളം വെക്കുന്നതിനോ എന്നുള്ള നടപടികൾ സ്വീകരിക്കാൻ പാടില്ല. പണ്ട് വേറൊരു രീതി ഉണ്ടായിരുന്നു. ചില ആൾക്കാർ വളരെ ദശാബ്ദങ്ങൾക്ക് മുൻപാണ്, ഇപ്പം നിങ്ങളെ ഈ പ്രായത്തിലല്ല. അപ്പോൾ ചിലയിടത്ത് പോയാൽ ഒരു കടലാസിൽ ചോദ്യം എഴുതിയിട്ട് കൊണ്ടു കൊടുക്കും. ഇപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയാനാണോ ഈ പൊതുയോഗത്തിൽ പറയേണ്ട കാര്യങ്ങൾ പറയാനില്ലേ? അപ്പം അങ്ങനെയൊക്കെ ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ചില ആൾക്കാർ ചിലതിനെ എതിർക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെയുള്ളതൊന്നും നമ്മൾ സാധാരണ പൊതുമര്യാദയിൽപ്പെട്ടതല്ല. പിന്നെ പൊതുമര്യാദയൊന്നും പാലിക്കേണ്ടതില്ല. പിണറായി വിജയൻ്റെ മീറ്റിംഗ് ആയാലും ഇങ്ങനെയൊക്കെ ആയിക്കോളുമെന്ന് KC വേണുഗോപാലിന് തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ലത് തന്നെ. പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായല്ലോ അത് ശരിയല്ലാതെ വന്നു. അതുതന്നെയല്ലേ അദ്ദേഹം മാധ്യമപ്രവർത്തകരോടും പറഞ്ഞത്, പോയി ചോദിച്ചപ്പോൾ. അത്രയും അതിനെ കാണേണ്ടതുള്ളൂ. എന്നിട്ടും മാധ്യമങ്ങൾ പിന്നാക്കം പോയില്ല. പൊലിപ്പിക്കാവുന്നതിൻ്റെ പരമാവധി ഇന്നും പൊലിപ്പിച്ചു. പിറ്റേന്നും തലങ്ങും വിലങ്ങും തലക്കെട്ടുകൾ പായിക്കണമെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ ജീനിൽ അടങ്ങിയിരിക്കുന്ന പിണറായി വിരുദ്ധത എത്രത്തോളമുണ്ടെന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്ക്. കോന്നിയിലെ വിവാദ പരാമർശത്തെ ന്യായീകരിച്ചു മുഖ്യമന്ത്രി. ചോദ്യം ചോദിക്കേണ്ട വേദിയല്ല പൊതുയോഗം. അങ്ങനെ ചോദിച്ചാൽ കിട്ടുന്ന മറുപടി അത് തന്നെയായിരിക്കും. അത് സ്വാഭാവികമല്ലേ. പൊതുയോഗത്തിൻ്റെതായ മര്യാദയുണ്ട്. ഇഷ്ടമില്ലാത്തവർ കേൾക്കണ്ട. വീട്ടിൽ പോയി ചോദിക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രയോഗത്തിൽ കത്തി പ്രചാരണം. ചോദ്യം ചോദിക്കേണ്ടത് പൊതുയോഗത്തിലല്ല എന്ന മുഖ്യമന്ത്രിയുടെ ന്യായീകരണം. ചോദ്യം ഉന്നയിച്ചത് CPM പ്രവർത്തകൻ. പ്രിയപ്പെട്ട മാധ്യമങ്ങളെ, മാധ്യമപ്രവർത്തകരെ, 10-28 കൊല്ലമായി നിങ്ങൾ ഈ മനുഷ്യൻ്റെ പിന്നാലെ കൂടിയിട്ട്. കള്ളക്കഥകളുടെ എത്രയെത്ര കൊട്ടാരങ്ങൾ നിങ്ങൾ നിർമ്മിച്ചെടുത്തു. എന്നിട്ട് അവശേഷിക്കുന്നത് എത്ര എണ്ണമുണ്ട്? നുണകളുടെ ചീട്ട് കൊട്ടാരങ്ങൾ വീണുടയുമ്പോൾ അതിൽ കമ്പിയോ കട്ടയോ കോൺക്രീറ്റോ അവശേഷിക്കുന്നുണ്ടോ എന്നുപോലും നിങ്ങൾ അന്വേഷിച്ചു പോകും. അത്രത്തോളം ആഴത്തിൽ അധപ്പതിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച എത്രയെത്ര മാധ്യമപ്രവർത്തകർ കേരളത്തിലുണ്ട്. 1998 നിന്ന് 2026 എത്തി നിൽക്കുമ്പോഴും മാധ്യമപ്രവർത്തകർക്കിടയിൽ തലമുറ മാറ്റം സംഭവിച്ചിട്ടും പിണറായി വിരുദ്ധത എന്ന സംഗതിക്ക് മാത്രം കുറവ് വരുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അതൊരു പ്രത്യേക ഗവേഷണ വിഷയമായി പരിഗണിക്കേണ്ടതാണെന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നഗരം കത്തിയെരിയുമ്പോൾ വീണ വായിച്ചിരിക്കുന്ന നേതാവല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ. ന്യൂസ് ലാബിൻ്റെ ഈ ലക്കം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.